ആ ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞതിന്റെ മുകളിൽ എന്താ പറഞ്ഞത്? മനുഷ്യാണാം മനുഷ്യത്വം ജാതി ജാതിർഗോത്വം ഗവായത. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവുമില്ലതിൽ. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി, നരജാതിയതോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം. മുഴുവൻ പറയണം, സഖാവ് മുഴുവൻ പറയില്ല. പല ജാതിയെന്ന് നീ ധരിക്കും, പക്ഷെ ഒരൊറ്റ ജാതിയെ ഈ ഭൂമിയിലുള്ളൂ. മനുഷ്യാണാം മനുഷ്യത്വം ജാതി. ഇത് പറയാൻ ഈ മഹാത്മാക്കളായ നമ്മുടെ ഋഷി പരമ്പരയ്ക്കല്ലാതെ ആർക്ക് കഴിയും? അദ്ദേഹം യേശുവിനെ അംഗീകരിച്ചിട്ടുണ്ട്, മുഹമ്മദിനെ സ്വീകരിച്ചിട്ടുണ്ട്, എല്ലാവരെയും സ്വീകരിക്കുവാൻ കഴിയും. പക്ഷെ ഇസ്ലാം മത വിശ്വാസപ്രകാരം ഗുരുദേവന് നിത്യനരകാണ്. കാരണം വിഗ്രഹാരാധകന് നരകാണ്, ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകാണ്, സ്വർണം ധരിക്കുന്ന പുരുഷന് നരകാണ്, മദ്യപാനികൾക്ക് നരകമാണ്. ആലോചിച്ച് നോക്കണം. നമ്മൾ എല്ലാവരെയും അംഗീകരിക്കുമ്പോൾ തിരിച്ചവരെന്ത് നൽകുന്നു? നമ്മള് മതേതരത്വം തലക്ക് പിടിച്ചിട്ട് നമ്മുടെ ഹിന്ദുവിന്റെ ഒരുപാട് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, മതം പഠിക്കാത്ത നേതാക്കന്മാർ സ്റ്റേജിൽ കയറി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നാണ്, എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നാണെന്ന്. നീ ഖുറാൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല. നീ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. നീ ഭഗവത്ഗീത പുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ എങ്ങനെ തീരുമാനിച്ചു എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നാണെന്ന്? അത് നമ്മുടെ ശങ്കരാടി പറഞ്ഞതുപോലെ പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞെന്നാണ്. ഇങ്ങനെയാണോ മതത്തെ വിലയിരുത്തേണ്ടത്? എല്ലാത്തിന്റെയും പോസിറ്റീവും നെഗറ്റീവും വ്യക്തികൾക്ക് എന്നതുപോലെ വിലയിരുത്തുവാൻ നമുക്ക് കഴിയണം. ഒരു വ്യക്തിയുടെ പോസിറ്റീവ് നമ്മൾ സ്വീകരിക്കാറുണ്ട്. അയാൾ തികഞ്ഞ മയക്കുമരുന്ന് അടിമയാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുമോ? ഇല്ല. വ്യക്തിയുടെ ഗുണങ്ങളെയും നിർഗുണങ്ങളെയും എങ്ങനെയാണോ മനുഷ്യൻ സ്വീകരിക്കുന്നത്, ഇതുപോലെ ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും തെരഞ്ഞു പിടിച്ച് വിചിന്തനം ചെയ്ത് സ്വീകരിക്കണം.